ഹലോ, അസ്സാം വലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ആവിയിൽ വേവിച്ച പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കട്ടോ. അപ്പോൾ പഴവും മുട്ടയും വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. ഇഡ്ഡലി ചെമ്പിലാണ് നമ്മളിത് ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഒരു പാന് സ്റ്റൗവിൽ വെച്ച് ഫ്ലെയിം ഓണാക്കി ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കട്ടോ. നെയ്യ് ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 2 നേന്ത്രപ്പഴം, ചെറിയ നേന്ത്രപ്പഴം കട്ട് ചെയ്തതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് ആ നെയ്യിൽ നന്നായിട്ട് തന്നെ വഴറ്റിയിട്ട് എടുക്കുക. പിന്നീട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയതാണ് കേട്ടോ. അപ്പോൾ തേങ്ങ ചിരവിയതും കൂടെ അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയിട്ടെടുക്കുകയാണ്. കൂടുതൽ ടൈമൊന്നും വഴറ്റിയെടുക്കണ്ട. പഴമൊക്കെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കുക. അപ്പോൾ മുട്ട നിങ്ങൾ എടുക്കുമ്പോൾ അത് പഴത്തിൻ്റെ മിക്സിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കട്ടെ. അപ്പോൾ ഞാനിവിടെ 3 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. പിന്നീട് ഇത്തിരി ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ആവശ്യത്തിന് മധുരം ആവശ്യമാണ് ഉണ്ടെങ്കിൽ കുറച്ചും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 ടീസ്പൂണ് പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ അധികം ചേർത്തിട്ടില്ല, അധികം വേണമെന്നുണ്ടെങ്കിൽ അധികം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ പഞ്ചസാര ഒഴിവാക്കിയിട്ട്, പഞ്ചസാരയും തേങ്ങയൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ഇതിൽ വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ട് അങ്ങനെയും ചെയ്തിട്ടെടുക്കാം കേട്ടോ. അങ്ങനെ ഇത് ആവിയിൽ വേവിച്ചെടുക്കുക. ഇനി ഈ ഒരു മിക്സിലേക്ക് നമ്മൾ ചൂടാറാനായിട്ട് മാറ്റി വെച്ച പഴവും തേങ്ങയും കൂടെ ഉള്ള ആ മിക്സും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നീട് ഒരു 2 ടേബിൾ സ്പൂൺ ഓട്സ് കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ്. പിന്നീട് ഒരു പിഞ്ച് ഉപ്പ്, ഒന്ന് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ഒരു സ്നാക്സ് റെഡിയാക്കിയിട്ടെടുക്കാൻ വേണ്ടി ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ട് തിളപ്പിച്ചിട്ടെടുക്കുക. ഈ ടൈമിൽ ഇഡ്ഡലി തട്ടിൽ ഇതുപോലെ നെയ്യൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് വെക്കട്ടോ. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബാറ്റർ ഇതുപോലെ ഒരു തവി ഇഡ്ഡലി പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഇനി നമുക്ക് ഇതൊന്ന് ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് ആവിയേറ്റിട്ട് എടുക്കാം കേട്ടോ. ഇതിന് മുകളിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നട്ട്സൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ അധികം നട്ട്സൊന്നും വെച്ച് കൊടുക്കണില്ല, ഒരു ഉണക്കമുന്തിരിയാണ് കേട്ടോ അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നട്ട്സൊക്കെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഇഡ്ഡലി തട്ട് നമുക്ക് ഇതുപോലെ ഇഡ്ഡലി ചെമ്പിലേക്ക് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അടച്ച് വെച്ചിട്ട് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. അധികം ടൈമൊന്നും ആവില്ല കേട്ടോ. കോഴിമുട്ട അതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ അടുത്തതും നമ്മളത് അതുപോലെ ഇഡ്ഡലി തട്ടിലേക്ക് നെയ്യ് ബ്രഷ് ചെയ്തിട്ട് ഇതുപോലെ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ ആദ്യം വെച്ച് കൊടുത്ത ആ ഇഡ്ഡലി തട്ടിൽ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കോഴിമുട്ടൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ പൊങ്ങിയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തൊട്ടൊക്കെ നോക്കുമ്പോൾ സ്നാക്സ് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എടുക്കാം. അടുത്തത് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. എണ്ണയിലൊക്കെ പൊരിക്കുന്ന പലഹാരങ്ങളെക്കാളും നമുക്ക് നല്ലത് ഇതേപോലെ ആവിയിലൊക്കെ വേവിച്ചിട്ടുള്ള സ്നാക്സൊക്കെ കഴിക്കുന്നതാണ്. അപ്പോൾ നമ്മളെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് ഇഡ്ഡലി തട്ടിൽ നിന്ന് മാറ്റി ഇതുപോലെ സ്പൂണൊക്കെ വെച്ചിട്ടൊന്ന് എടുക്കാം. ഞാൻ ചൂടാറിന് മുമ്പായിട്ട് എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടാറിയതിനൊക്കെ ശേഷം എടുത്ത് മാറ്റാം. ചൂടാറിയിട്ട് എടുക്കുകയാകുമ്പോൾ കുറച്ചുകൂടെ ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു ഐറ്റം റെഡിയാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് റെഡിയാക്കി നോക്കൂട്ടോ. വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. പഴവും മുട്ടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.